ആളുകൾ ചുമന്നുകൊണ്ട് അവിടെ കൊണ്ടിരുത്തും. അപ്പോൾ ഇവൻ തെരഞ്ഞെടുത്ത സമയവും പ്രത്യേകതയുള്ളതായിരുന്നു. കാരണം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ആളുകൾ ആലയത്തിൽ നിക്ഷേപിക്കാൻ എന്തെങ്കിലും നന്മകൾ കൂടി കരുതും. അതിനകത്തുനിന്ന് ഒരു പങ്ക് എനിക്ക് എന്തായാലും ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ സമയത്ത് മാത്രം അവിടെ കൊണ്ടിരുത്തിയാൽ മതി. അങ്ങനെ പ്രാർത്ഥനാ സമയത്ത് അവിടെ കൊണ്ടിരുത്തും. അവൻ യാചിക്കും. പോകുന്നവര് ദയ തോന്നി എന്തെങ്കിലും അവന് കൊടുക്കും. അവൻ അതുകൊണ്ട് ഇങ്ങനെ ഉപജീവിച്ചു പോവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് 2 വ്യക്തികളോട് ഇവൻ ഭിക്ഷ ചോദിക്കുവാനിടയായിട്ടുള്ളൂ. അതും പത്രോസും യോഹന്നാനോടും ആയിരുന്നു ഇവൻ ഭിക്ഷ ചോദിച്ചത്. ഇവരുടെ പ്രത്യേകത എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. ഈ 2 വ്യക്തികൾ സാധാരണ വ്യക്തികളാണ്. ആരൊക്കെ? പത്രോസും യോഹന്നാനും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ മുമ്പ് വരെ സാധാരണ വ്യക്തികളായിരുന്നു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സാധാരണ വ്യക്തികളെ അസാധാരണമായ ഒരു വ്യക്തിത്വങ്ങളാക്കി അഭിഷേകം മാറ്റുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. അസാധാരണമായ ഒരു വ്യക്തിത്വങ്ങളാക്കി അഭിഷേകം 2-ാം അധ്യായത്തിൽ മാറ്റുവാനിടയായി തീർന്നു. അങ്ങനെ അഭിഷേകം പ്രാപിച്ച് ശുശ്രൂഷകൾക്ക് വേണ്ടി അവർ ഇറങ്ങുവാനിടയായി തീർന്നു. 3-ാം അധ്യായത്തിൽ പ്രാപിച്ചതിന്റെ പ്രദർശനം നടക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ, എനിക്ക് ശേഷം കർത്താവിന്റെ ദാസി ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ കേൾക്കുന്ന വചനം നിന്റെ മേൽ പ്രദർശിക്കപ്പെട്ടു വരുവാനിടയായിത്തീരും. ഈ കേൾക്കുന്ന വചനം നിന്റെ മേൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. അത് വിടുതലായി, അത് നന്മയായി, അത് അനുഗ്രഹമായി നിന്റെ മേൽ അത് വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. മാത്രമല്ല, നിന്റെ കുടുംബത്തിനകത്തേക്കും നിന്റെ വിഷയങ്ങൾക്കകത്തേക്കും ഈ കേൾക്കുന്ന വചനം ഒരു വിടുതലായി ചലിക്കുവാനിടയായിത്തീരും. എത്ര പേര് പകൽ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ആദരങ്ങളെ തുറന്ന് കരങ്ങളെ തട്ടി അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ. പ്രൈസ് ഗോഡ്. അവനും അറിഞ്ഞില്ല ആ പകൽ എന്റെ വിടുതലാണ്. അവനും അറിഞ്ഞില്ല. അതിന്റെ പ്രാരംഭവാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഒരിക്കൽ എന്നാണ് പറയുന്നത്. ഒരിക്കൽ എന്ന് പറയുമ്പോൾ മുമ്പ് എപ്പോഴോ ഇവിടെ വന്നിട്ടുണ്ട്. എപ്പോഴും വരുന്നില്ല. ഒരിക്കൽ എന്ന പദം ഉപയോഗിക്കണമെങ്കിൽ മുമ്പ് എപ്പോഴോ വന്നു പോയതാണ്. നമ്മൾ പറയത്തില്ല ഞാൻ ഒരിക്കൽ ആ സ്ഥലം കാണാൻ പോയതാ, പിന്നീട് ഞാൻ പിന്നൊരിക്കലാണ് പോയത്. അതുപോലെ തന്നെ പത്രോസും യോഹന്നാനും ഒരിക്കൽ ദൈവാലയത്തിലേക്ക് വന്നെന്നാണ് പറയുന്നത്. പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് വന്നെന്നാണ് പറയുന്നത്. അത് ഈ വ്യക്തിയുടെ വിടുതലിനായിരുന്നു. ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഒരു വിടുതലിന് വേണ്ടിയാണ്. ഇന്ന് പകൽ ദൈവം ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നത് ഒരു വിടുതലിന് വേണ്ടിയാണ്. അവരെ 2 പേരെയും ദൈവാത്മാവ് നിയോഗിച്ച ആലയത്തിലേക്ക് അയച്ചത് ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരുവൻ അകത്തലിരിക്കുന്നത് പടിക്കലിരിക്കുക. പത്രോസിനെയും യോഹന്നാനെയും അയച്ചത് അകത്തിരുന്ന് ആരാധിക്കുന്നവർക്ക് വേണ്ടിയല്ല, പുറത്ത് ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഒരുവനുണ്ട്. അവന് വേണ്ടിയാണ് 2 പേരെ ദൈവാത്മാവ് അങ്ങോട്ട് അയച്ചത്. അങ്ങനെ അവര് നടന്ന് നീങ്ങുവാനിടയായി. ഇവര് പോകുന്നത് കണ്ടപ്പോൾ ഇവൻ അവരോട് ഭിക്ഷ ചോദിച്ചു. കർത്താവിനോട് സംസാരിച്ചത്, ഇവൻ ചോദിച്ചത് ഭിക്ഷയാണ്, അവര് കൊടുത്തത് രക്ഷയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അവൻ ചോദിച്ചത് ഭിക്ഷയാണ്, എന്നാൽ ഇവര് മടക്കി അവന്റെ കരത്തിലേക്ക് കൊടുത്തത് രക്ഷയാണ്. ആർക്കും കൊടുക്കാൻ കഴിയാത്തത്, ആർക്കും നൽകാൻ കഴിയാത്തത് അവന് വേണ്ടി ദൈവം കൊടുക്കുവാനിടയായി തീർന്നു. അവൻ ചോദിച്ചതൊന്ന്, അവര് കൊടുത്തത് മറ്റൊന്ന്. ഇവൻ ചോദിച്ചത് കൊടുത്താൽ ഇവൻ നാളെയും ഇങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ ഇവൻ ചോദിക്കാത്ത ഒന്ന് അവന് കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ഇവിടെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേലേക്ക് പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകത്തെ അവൻ നൽകുവാനിടയായി തീരും. വിഷയത്തിന്റെ മറുപടിയല്ല വേണ്ടത്, ദൈവശക്തിയാണ് നിനക്ക് ആവശ്യം. ദൈവശക്തി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ,
ശ്രദ്ധിക്കണേ. അടുത്ത തന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, ഇവര് ചില നോട്ടങ്ങളുണ്ട് അതിനകത്ത്. നോട്ടങ്ങൾ ഒന്ന് പറയുന്നത് 4-ാമത്തെ വാക്യം, പത്രോസും യോഹന്നാനും കൂടെ അവനെ എന്ത് ചെയ്തു? ഉറ്റുനോക്കി. അടുത്തത് അവര് പറഞ്ഞു, ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്ക്. അവിടെയാണ് ദൈവം എന്നെ ചിന്തിപ്പിച്ചത്. ഞങ്ങളെ നോക്ക് എന്ന പദത്തിനകത്തൂടെ അവര് പറയാൻ ഉദ്ദേശിച്ചത്, അവരവന് കൊടുക്കാൻ ഉദ്ദേശിച്ചത് യേശുവിനെ ആയിരുന്നു. പത്രോസും യോഹന്നാനും എന്ന വ്യക്തി പ്രഭാവങ്ങളുടെ ശ്രേഷ്ഠത കാണിക്കാനല്ല ഞങ്ങളെ നോക്കാൻ പറഞ്ഞത്. എന്റെ ഉള്ളിൽ ഒരു യേശുവുണ്ട്, എന്റെ അകത്തൊരു യേശുവുണ്ട്. മർക്കോസിന്റെ മാളിക മുറിക്കകത്തു വെച്ച് അവൻ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇടം പിടിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിനകത്ത് ഇടം പിടിക്കേണ്ടത് പ്രശ്നങ്ങളല്ല, ചോദ്യചിഹ്നങ്ങളല്ല. യേശു നിന്റെ ഹൃദയത്തിനകത്ത് ഇടം പിടിക്കുവാനിടയായി തീർന്നു. ഒരവസരം യേശുവിന് കൊടുക്കാൻ കഴിയുമോ നിന്റെ ഹൃദയത്തിനകത്ത്? ചോദ്യചിഹ്നങ്ങളെയും ഒരു കൂട്ടം പ്രശ്നങ്ങളെയും ഒരു കൂട്ടം നിരാശകളെയും നിന്റെ ഹൃദയത്തിനകത്തു തള്ളി നീക്കി ഇന്ന് പകൽ സ്വാഗതം. യേശുവേ, എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. യേശു നിന്റെ ഹൃദയത്തിനകത്ത് വന്നാൽ സമൂലമായ മാറ്റം നിന്റെ ഹൃദയത്തിനകത്ത് അവിടെ മുതൽ സംഭവിക്കും. എന്തേ നമ്മുടെ വിഷയത്തിനകത്ത് വിടുതൽ നടക്കാത്തത്? എന്തേ നാം പ്രാർത്ഥിച്ചത് അത്ഭുതങ്ങൾ കാണാത്തത്? എന്തേ നാം ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കർത്താവ് എന്നെ ചിന്തിപ്പിച്ച കാര്യം, യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് ഇല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് മൊത്തം നിൽക്കുന്നത്, എനിക്ക് ഇന്ന വിഷയത്തിന് മറുപടി വേണം, മറുപടി ആയില്ല, പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, അതിനേക്ക് അല്പസമയത്തേക്ക് ഒന്ന് നീക്ക്. എല്ലാവർക്കും വിഷയത്തിന് മറുപടി മതി, യേശുവിനെ ആർക്കും വേണ്ട. ഈ വിഷയത്തിന് മറുപടി തരുന്ന ഒരാളില്ലേ, അദ്ദേഹത്തെ നിന്റെ ഹൃദയത്തിലേക്കൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്ന പകല് അവിടെ മുതൽ ഒരു മാറ്റം നിങ്ങൾ കണ്ടു തുടങ്ങും. അവിടെ മുതൽ ഒരു ദൈവപ്രവർത്തിക്ക് നീ സാക്ഷ്യം വഹിച്ചു തുടങ്ങും. ശ്രദ്ധിക്കണേ. അടുത്ത് തന്നെ ചിന്തിപ്പിച്ചത് ഉറ്റുനോക്കി. ഞാൻ ഈ പദത്തെ വളരെ ഗൗരവമായി ഒന്ന് നിരീക്ഷിക്കുവാനിടയായിരുന്നു. ഞാൻ എൻ്റെ രാഷ്ട്രീയത്തിൽ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഉറ്റുനോക്കി എന്നതിനേക്കാൾ ഇച്ചൂടെ നല്ലത് തുറിച്ചു നോക്കി. ഇതിനെക്കുറിച്ച് ഞാൻ കമന്റുകൾ പരതിയപ്പോൾ എനിക്ക് കിട്ടിയത് തുറിച്ചു നോക്കി എന്ന പദമാണ്. ഉറ്റുനോക്കിയതിനേക്കാൾ നല്ലത് സ്റ്റാറിങ്, തുറിച്ചു നോക്കി. എപ്പോഴാണ് നമ്മൾ തുറിച്ചു നോക്കുന്നത്? ഏത് സമയത്തേക്കാണ് എപ്പോഴാണ് നമ്മൾ തുറിച്ചു നോക്കുന്നത്? നമ്മൾ കണ്ടിട്ടില്ലാത്തത് കാണുമ്പോൾ, നമ്മൾ കേട്ടിട്ടില്ലാത്തത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? അത്ഭുതപ്പെട്ടു നോക്കും. തുറിച്ചു നോട്ടം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു നോക്കുക. വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് പകൽ നീ അത്ഭുതപ്പെടാൻ പോകുകയാ. ഈ ദൈവജനം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ വിളിച്ചു വരുത്താൻ പോകുകയാ. ദൈവപ്രവർത്തികളെ വിളിച്ചു വരുത്താൻ പോകുകയാ.